So, Unit 5 Environment and Health. എന്താണ് environment? The term environment implies all the external factors, living and non-living, material and non-material which surrounds man. അപ്പം ഒരു മനുഷ്യനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ലിവിങ്ങും നോൺ ലിവിങ്ങുമായിട്ടുള്ളതും മെറ്റീരിയലും നോൺ മെറ്റീരിയലുമായിട്ടുള്ള മനുഷ്യനെ ചുറ്റിയുള്ള എല്ലാത്തിനെയും എന്തെന്ന് പറയുന്നു? എൻവയോൺമെൻ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ മോഡേൺ കൺസെപ്റ്റിൽ നമുക്ക് വാട്ടർ, എയർ, സോയിൽ ഇത് മാത്രമല്ല എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത്. എന്ത്? മനുഷ്യൻ ജീവിക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസ് ഇതെല്ലാം എന്തെന്ന് പറയുന്നു? എൻവയോൺമെൻ്റ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഫോർ ഡിസ്ക്രിപ്റ്റീവ് പർപ്പസ് എൻവയോൺമെൻറ്റ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 3 കമ്പോണൻറ്റ്സ്. അപ്പം നമുക്ക് 3ആയിട്ട് എൻവയോൺമെൻറ്റിനെ തിരിക്കാം. എന്തൊക്കെയാണ് 3 കമ്പോണൻറ്റ്? ഫിസിക്കൽ, ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ. ഫിസിക്കൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വാട്ടർ, എയർ, സോയിൽ, ഹൗസിംഗ്, വേസ്റ്റ്, റേഡിയേഷൻ എക്സെട്ര ഒക്കെയാണ് ഫിസിക്കൽ ആയിട്ടുള്ള നമ്മളുടെ എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻറ്റ്സ്. ബയോളജിക്കൽ എന്ന് പറയുമ്പോഴോ പ്ലാന്റ്, ആനിമൽ ലൈഫ് ഇൻക്ലൂഡിങ് ബാക്ടീരിയ, വൈറസ്, റോഡൻസ്, ആനിമൽസ് ഇതെല്ലാം ബയോളജിക്കൽ കമ്പോണൻറ്റ്. അടുത്ത സോഷ്യൽ, അതായത് കസ്റ്റംസ്, നമ്മളുടെ കൾച്ചറും നമ്മളുടെ ഹാബിറ്റ്സ്, ഇൻകം, ഒക്കുപ്പേഷൻ, റിലീജിയൻ ഇതെല്ലാം സോഷ്യൽ. ഓക്കെ, അപ്പോൾ ഈ 3 കമ്പോണൻസും ചേർന്നെയാണ് എന്തെന്ന് പറയുന്നത്? എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട്സ് ദ പർപ്പസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത്? എന്തിനു വേണ്ടിയിട്ടാണ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആരോഗ്യം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻവയോൺമെൻറ്റും നന്നായിട്ടിരിക്കണം എന്ന് പറയുന്നത്, അല്ലേ? സോ ദ പർപ്പസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഈസ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്കോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് വിൽ പ്രൊമോട്ട് ഹെൽത്ത് ആൻഡ് ദസ് പ്രിവെൻറ്റ് ഡിസീസ്. നമ്മൾക്ക് അസുഖം വരാതിരിക്കാനും നമ്മളുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഹെൽത്തിൻ്റെ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ദ ലാക്ക് ഓഫ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഇസ് എ പ്രൈമറി റീസൺ വൈ ഡിസീസ് ട്രാൻസ്മിറ്റഡ് വിയർ ഫീക്കേഴ്സ് ആർ സോ കോമൺ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പുറത്തോട്ട് നോക്കാം. ഹൗ ദ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അവർ ഹെൽത്ത്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്? കാരണം എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പാക്ട്സ് നമ്മളെ ഹെൽത്തിനെ അതുപോലെ അത് അഫക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് റീസൺസ്? നമുക്ക് എയർ പൊല്യൂഷൻ വൺ ഓഫ് ദ ഫാക്ടറാണ്. ഇൻഎഡിക്വേറ്റ് വാട്ടർ, സാനിറ്റൈസേഷൻ, എക്സ്പോഷർ ടു സം കെമിക്കൽസ്, റേഡിയേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി നോയിസ്, ഒക്കുപ്പേഷണൽ റിസ്ക്, നമുക്ക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, ബിൽറ്റ് എൻവയോൺമെൻറ്റ്സ്, ക്ലൈമറ്റ് ചേഞ്ച് ഇതെല്ലാം നമ്മളുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ഈവൻ നോക്കിക്കുക, അതിനകത്ത് ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞേക്കുന്നത് ദ ലാക്ക് ഓഫ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഇസ് എ പ്രൈമറി റീസൺ വൈ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് വിയ ഫീക്കേഴ്സ്. സോ അത് ഏറ്റവും കോമൺ ഡെവലപ്പിംഗ് കൺട്രീസിലും ആയിരിക്കും. ഓക്കെ, സോ മച്ച് ഓഫ് ഇൽ ഹെൽത്ത് ഇൻ ഇന്ത്യ ഡ്യൂ ടു പുവർ എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ ദാറ്റ് ഈസ് അൺസേഫ് വാട്ടർ, polluted soil, unhygienic disposal of human excreta and refuse, poor housing, insects and rodents. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എയർ പൊല്യൂഷൻ ഈസ് ആൾസോ എ ഗ്രോയിങ് കൺസേൺ ഇൻ മെനി സിറ്റീസ്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലേ എയർ പൊല്യൂഷൻ്റെ കാര്യം, എസ്പെഷ്യലി ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എയർ പൊല്യൂഷൻ്റെ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ന്യൂസിലൊക്കെ കേൾക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മളുടെ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ എൻവയോൺമെൻറ്റ് ഹെൽത്ത് വേണം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് നന്നായിട്ടിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് പോവാം. ഫസ്റ്റ് വൺ ഈസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഈസ് വാട്ടർ. So first component is water. In 1981, the 34th World Health Assembly in a resolution emphasized that safe drinking water is a basic element of primary health care. അപ്പോൾ നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് the key to attainment of health for all by the year 2000 AD. More recently, Millennium Development Goals included safe water and sanitation in the attainable goals. Water is integrated with other PHC, അതായത് നമ്മളുടെ public health care components because it is an essential part of the health education, food and nutrition.
So what are the sources of water supply? There are three main sources of water supply. എന്തൊക്കെയാണ്? റെയിൻ, സർഫസ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ? റെയിൻ, സർഫസ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ. റെയിൻ നിങ്ങൾക്കറിയാം. സർഫസ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സ്, റിവേഴ്സ്, സ്ട്രീംസ്, ടാങ്ക്സ്, പോൺസ്, ലേക്സ്, സർഫസിലൂടെ ഉള്ളത് എല്ലാം സർഫസ് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് നമ്മളുടെ കിണറുകൾ അല്ലേ, ഷാളോ വെൽസ്, ഡീപ്പ് വെൽസ്, സ്പ്രിങ്സ്, അരുവികൾ, ഓക്കെ, ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ റെയിൻ വാട്ടർ തന്നെയാണ്. അപ്പോൾ റെയിൻ വാട്ടർ എവിടെ നിന്നാണ് റെയിൻ വരുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ സൈക്കിളൊക്കെ കുഞ്ഞു ക്ലാസ്സിലല്ലേ. മഴ പെയ്യുമ്പം വെള്ളം മണ്ണിലെത്തും, മണ്ണിൽ നിന്ന് കുറച്ച് എങ്ങോട്ട് പോകും, കുറച്ച് ഒലിച്ച് കുഞ്ഞു കുഞ്ഞു അരുവിയിലോട്ട് പോകും, അരുവിയിൽ നിന്ന് റിവറിൽ പോകും, റിവറിൽ നിന്ന് സീയിൽ പോകും, പിന്നെ അവിടെ നിന്ന് ഇവാപ്രേഷൻ നടക്കും. കുറച്ച് വാട്ടർ മണ്ണിൽ നിന്ന് തന്നെ നമ്മളുടെ മരങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് ലീവ്സ് വഴി അത് ഇവാപ്രേറ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈക്കിളിനെയാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഈ റെയിൻ വാട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്? പ്യൂറസ്റ്റ് വാട്ടർ ഇൻ നേച്ചറാണ് റെയിൻ വാട്ടർ എന്ന് പറയുന്നത്. വെരി ക്ലിയർ, ബ്രൈറ്റ്, സ്പാർക്ലിംഗ് ആണ്. കെമിക്കലി ഇറ്റ് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ഈസ് കണ്ടെയ്ൻ ഓൺലി വെരി ട്രേസസ് ഓഫ് ഡിസോൾവ്ഡ് സോളിഡ് ആൻഡ് ബീയിങ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കൊറോസീവ് നേച്ചറുള്ള, തുരുമ്പ് പിടിക്കാനുള്ള, മഴവെള്ളം കൊണ്ടാൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, എക്സ്പെഷ്യലി ഈ ലെഡ് പൈപ്സ് ഒക്കെ. ബാക്ടീരിയോളജിക്കലി റെയിൻ വാട്ടർ ഫോം ക്ലീൻ ഡിസ്ട്രിക്ട്സ് ഈസ് ഫ്രീ ഫ്രം പാത്തോജനിക് ഏജൻറ്റ്. ഡിസീസ് കോസിങ് ഏജൻസ് ഒന്നും, അതായത് പാത്തോജൻസ് ഒന്നും മോസ്റ്റ്ലി റെയിൻ വാട്ടറിൽ ഉണ്ടാകില്ല. അടുത്തത് ഇമ്പ്യൂരിറ്റീസ്. എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും റെയിൻ വാട്ടറിൽ? അത് ഇമ്പ്യൂർ ആകുന്നത് എപ്പോഴാണ്? അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ് പിക്കപ്പ് സം ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ സച്ച് ആസ് ഡസ്റ്റ്, സൂട്ട് ആൻഡ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് അമോണിയ. അപ്പം ഈ അറ്റ്മോസ്ഫിയറിലൂടെ വരുന്ന വഴിക്ക് ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് കാരണമാണ് റെയിൻ വാട്ടർ ഇമ്പ്യൂർ ആകുന്നത്. അപ്പം അങ്ങനെ ഈ നൈട്രജനും ഓക്സിജനും അമോണിയൊക്കെ ചേർന്ന് ഉണ്ടാകുന്നതാണ് എന്ത്? ആസിഡ് റെയിൻ എന്ന് നമ്മൾ പറയും അല്ലേ. ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ചേർന്ന് മേ ബി ഈ ഫാക്ടറിയിൽ നിന്ന് വിടുന്ന പുകകളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനകത്തൊക്കെ നിറയെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, നിറയെ കെമിക്കൽ കണ്ടൻസ് കൂടുതലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന റെയിൻ നമുക്ക് ആസിഡ് റെയിൻ എന്ന് പറയാം. ഹാസ് ബിഗൺ ടു ഹാവ് സീരിയസ് ഇമ്പാക്റ്റ് ഓൺ സർഫസ് വാട്ടർ ക്വാളിറ്റി ആൻഡ് ഓൺ പ്ലാന്റ്സ് എക്സെട്ര. അപ്പോൾ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വാട്ടറിൻ്റെ ക്വാളിറ്റിയും പ്ലാന്റിനെയും എഫക്റ്റ് ചെയ്യുന്നൊക്കെ ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റെയിനെ കുറിച്ച് പറയാനുള്ളത്. സോ സെക്കൻഡ് സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സർഫസ് വാട്ടറാണ്. Surface water originated from rainwater. So it is a main source of water supply in many areas. നമുക്ക് തന്നെ അറിയാം പല സ്ഥലങ്ങളിലും സർഫസ് വാട്ടറാണ് മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്നുള്ളത്. അപ്പം എവിടെ നിന്നായിരിക്കാം നമുക്ക് ആ സർഫസ് വാട്ടർ കിട്ടുന്നത്? റിവേഴ്സിൽ നിന്ന്, ടാങ്ക്സിൽ നിന്ന്, അതുപോലെ മാൻ മെയ്ഡ് റിസർവോയേഴ്സ്, കുഞ്ഞു കുഞ്ഞു ഡാം പോലെ കെട്ടി വെച്ചേക്കുന്നുണ്ട് കേട്ടില്ല, റിസർവോയറായിട്ട്, ആൻഡ് സീ വാട്ടർ. സോ ഇതുകൊണ്ട് തന്നെ സർഫസ് വാട്ടർ ഒരു പ്രോണാണ്. എന്തിനാ? കണ്ടാമിനേഷന് പ്രോണായിട്ടുള്ള ഒന്നാണ് സർഫസ് വാട്ടർ ഫ്രം humans and animal sources. Okay, so as such it is never safe for human consumption unless subjected to sanitary protection and purification before use. അപ്പം ഈ സർഫസ് വാട്ടർ എടുക്കുമ്പോൾ എപ്പോഴും നമ്മളത് ശുദ്ധീകരിച്ചിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അത് കണ്ടാമിനേഷന് ഭയങ്കര പ്രോൺ ആയിട്ടുള്ള ഒരെണ്ണം ആയതുകൊണ്ടാണ് നമ്മളത് എപ്പോഴും ശുദ്ധീകരിച്ച് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. So vast majority of Indian cities and towns depend upon this surface water, such as inbounding rivers, streams, tanks, ponds and lakes, etc. In general, surface water supply possess a high probability of organic, bacterial and viral contamination. അപ്പോൾ ആൾറെഡി പറഞ്ഞതുപോലെ തന്നെ അത് ഭയങ്കര കണ്ടാമിനേഷൻ ചാൻസ് വളരെ കൂടുതലാണ്, എക്സ്പെഷ്യലി ഫ്രം ബാക്ടീരിയൽ, വൈറൽ കണ്ടാമിനേഷൻ ഒക്കെ. ഓക്കെ, അപ്പം ഇതാണ് സെക്കൻഡ് സോഴ്സ് ഓഫ് വാട്ടർ, സർഫസ് വാട്ടർ. സോ നമ്മളുടെ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈക്കകത്ത് സെക്കൻഡ് വൺ ആയ സർഫസ് വാട്ടറിൻ്റെ ഫസ്റ്റ് വൺ ആണ് ഇമ്പൗണ്ടിങ് റിസർവോയർ. അപ്പോൾ എന്താണ് ഇമ്പൗണ്ടിങ് റിസർവോയർ എന്ന് പറഞ്ഞത്? ദീസ് ആർ ആർട്ടിഫിഷ്യൽ ലേക്സ് കൺസ്ട്രക്റ്റഡ് യൂഷ്വലി ഓഫ് എർത്ത് വർക്ക് ഓർ മാസണറി. മാസണറി എന്ന് വെച്ചാൽ ഈ സ്റ്റോൺ വർക്ക്, നമ്മളെ സാൻഡ് സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു നമ്മളെ ഡാം തന്നെ, ഇൻ വിച്ച് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സർഫസ് വാട്ടർ ഈസ് സ്റ്റോർഡ്.
Dams built across rivers and mountain streams also provided large reserves of surface water. The area draining into the reservoir is called a catchment area. അപ്പം ആ ഏരിയ ഡ്രെയിനിങ് ടു ദ റിസർവോയർ ഇതിനെ എന്താണ് പറയുന്നത്? കാച്ച്മെൻറ്റ് ഏരിയ എന്നാണ് പറയുന്നത്. One disadvantage of storing water for long period in reservoir is the growth of algae and other microorganisms which impart bad taste and odor to the water. അപ്പോൾ അതാണ് one of the disadvantage of impounding reservoirൻ്റെ. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ആൽഗയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ അതർ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് ഇമ്പൗണ്ടിങ് റിസർവോയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്? Impounding reservoirs usually furnish a fairly good quality of water. The water is usually clear, palatable and ranks next to the rainwater in purity. അത് ക്ലിയർ ആണ്, പാലറ്റബിൾ എന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റ് ചെയ്താൽ വളരെ അത് പ്രശ്നമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇഫ് സറൗണ്ടിങ് ഹിൽസ് ആർ കവേർഡ് വിത്ത് പീറ്റ് എന്ന് വെച്ചാൽ ഈ പുല്ല് പിടിച്ച് കിടക്കുകയാണെങ്കിൽ, ഗ്രീനായിട്ട് പുല്ല് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ദ വാട്ടർ മേ അക്യൂർ എ ബ്രൗണിഷ് coloration. The water is usually soft and considered to be free of pathogenic organism. ഓക്കെ, അപ്പോൾ അത് കൂടുതലും പാത്തോജനിക് ഓർഗാനിസത്തിന് ഫ്രീ ആയിരിക്കും, അതായത് വൈറസ് ബാക്ടീരിയ പോലുള്ളതിനകത്ത് നിന്ന് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇമ്പ്യൂരിറ്റീസ്. ദ അപ്ലോഡ് സർഫേസ് വാട്ടർ ഡിറൈവ്സ് ഇസ് ഇമ്പ്യൂരിറ്റി ഫ്രം ദ കാച്ച്മെൻറ്റ് ഏരിയ. ദ source being human habitation and animal keeping on grazing. If it is therefore very necessary to keep the catchment area free from human or animal intrusion. അപ്പോൾ ഈ ഏരിയ ഡ്രെയിനിങ് ഇൻ ടു റിസർവോയറിനെയാണ് നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കാച്ച്മെൻറ്റ് ഏരിയയിൽ മനുഷ്യരോ അല്ലെങ്കിൽ മൃഗങ്ങളോ വരുമോ ആ വെള്ളം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ റിസർവോയർ കണ്ടാമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉള്ളത്. അങ്ങനെയാണ് അവിടെ ഇമ്പ്യൂരിറ്റി വരാനും ചാൻസ് ഉള്ളത്. സോ ഇത്രയാണ് ഇമ്പൗണ്ടിങ് റിസർവോയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ റിവേഴ്സാണ് രണ്ടാമത്തേത്, അതായത് നമ്മുടെ സർഫസ് വാട്ടറിലെ രണ്ടാമത്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സ് ആയിരുന്നു. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ റിവേഴ്സാണ്. നമ്മളുടെ ഒട്ടുമിക്ക നഗരങ്ങളിലും വെള്ളം നമുക്ക് കുടിക്കാനും ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? റിവേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഈ റിവേഴ്സിൻ്റെ മേജറായിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ അത് ഹൈലി പൊല്യൂട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതിനകത്ത് കണ്ടാമിനേഷൻ ഉണ്ടാകും. നമുക്കത് കുടിക്കാൻ ഉപയോഗിക്കണമെങ്കിൽ തന്നെ അതൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് റിവേഴ്സിലെ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ റിവർ വാട്ടറിൻ്റെ എന്ന് വെച്ചാൽ അത് ഇൻ റെയിനി സീസൺ ദ റിവർ വാട്ടർ ഈസ് ലൈക്ക് ടർബിഡ് ആയിരിക്കും. It may be clear in some other season. ക്ലാരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് there is no guarantee, and the river water is not safe for drinking unless it is ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഡ്രിങ്കിങ്ങിന് സേഫാന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കൈൻഡ് ഓഫ് ഇമ്പ്യൂരിറ്റീസും അതിനകത്തുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ബാക്ടീരിയൽ കൗണ്ട്, ഹ്യൂമൻ ഇൻഡസ്ട്രിയൽ ഓർഗാനിസം, ഇതെല്ലാം ഹൈ ആയിരിക്കും എന്തിൽ? റിവേഴ്സിൽ. ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം എല്ലാ വാട്ടറും, കാരണം അവിടെയുള്ള ഡ്രെയിനേജും അഗ്രികൾച്ചറിൻ്റെ വേസ്റ്റും ഹ്യൂമൻ വേസ്റ്റും ആനിമൽ ബാത്തിങ്ങും പീപ്പിളിൻ്റെ ബാത്തിങ്ങും പിന്നെ അതുപോലെ ഡിസ്പോസൽ ഓഫ് ഡെഡ്, അപ്പം ഇതെല്ലാം റിവറിനെ പൊല്യൂട്ട് ആക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം റിവേഴ്സിൻ്റെ ഇമ്പ്യൂരിറ്റീസുമാണ്. സെൽഫ് പ്യൂരിഫിക്കേഷൻ ഉണ്ട് റിവേഴ്സിന്. ഓക്കെ, അപ്പം അത് സ്വന്തമായിട്ട് റിവറിന് തന്നെ നാച്ചുറൽ ഫോഴ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ റിവറിനുണ്ട്. എന്തൊക്കെയാണത്? ഡൈല്യൂഷൻ, സെഡിമെൻറ്റേഷൻ, എയറേഷൻ, ഓക്സിഡേഷൻ, സൺലൈറ്റ്, plant and animal life, but these agencies are not sufficient to render water potable. അപ്പം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും റിവർ വാട്ടർ നമുക്ക് പോർട്ടബിൾ അല്ല. ഓക്കെ, റിവർ വാട്ടർ നീഡ് പ്യൂരിഫിക്കേഷൻ ബിഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. നെക്സ്റ്റ് സോഴ്സ് ഓഫ് വാട്ടറാണ് ടാങ്ക്സും പോൺസും. സർഫസ് വാട്ടറിൻ്റെ തന്നെ നെക്സ്റ്റ് സോഴ്സ്. സോ ഇത് കൂടുതലും നമ്മളുടെ ഇന്ത്യൻ വില്ലേജസിലാണ് ഈ ടാങ്ക്സും പോൺസും ഒക്കെ കാണാറുള്ളത്. അപ്പം ഇവരുടെ മെയിനായിട്ട് സാനിറ്ററി ക്വാളിറ്റി ഓഫ് ടാങ്ക് വാട്ടർ മേ ബി കൺസിഡറബിളി ഇംപ്രൂവ്ഡ് ബൈ ഒബ്സർവിങ് ദ ഫോളോയിങ്. കാരണം ഈ പോൺസും ടാങ്ക്സും എല്ലാം അതിൻ്റെ സാനിറ്ററി ക്വാളിറ്റിയിൽ വേണം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാനായിട്ട്. കാരണം അത് ഇമ്പ്യൂരിറ്റീസിലും അല്ലെങ്കിൽ മറ്റുള്ള
കണ്ടാമിനേഷനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ. സോ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം? The first one is the edges of the tank should be elevated in order to prevent the entry of surface washing. അപ്പം തുണിയൊക്കെ കഴുകുന്നതിൻ്റെ ആ വേസ്റ്റ് അങ്ങനെയുള്ള വെള്ളം ഒന്നും വരാതിരിക്കാനുള്ളത് ഫസ്റ്റ്. There should be a fence around the tank to prevent access to animals. No one should be permitted to get into the tank directly. Because there is a chance for guinea worm infestation. There should be an elevated platform from where people can draw water. The weeds should be periodically removed. The tank should be cleaned at the end of dry season. Okay, അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സ് വെച്ചാണ് നമുക്ക് ടാങ്ക്സ് അല്ലെങ്കിൽ പോൺസിൻ്റെ ഒക്കെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സാനിറ്ററി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ അവർ third source of water is groundwater. Okay, അപ്പം rain water percolating into ground consists of groundwater. Water used by humans comes mainly from this land. It is now realized that there is a limit to groundwater in the world. ഒരു ലിമിറ്റ് ഉണ്ട് groundwater. Okay, so അതിൻ്റെ should withdraw only quantities of water that can be renewed. So groundwater is superior to the surface water. ഗ്രൗണ്ട് വാട്ടർ എപ്പോഴും സർഫസ് വാട്ടറിനെക്കാട്ടി സുപ്പീരിയർ ആണ്. അതെന്തുകൊണ്ടാണ് സുപ്പീരിയർ എന്ന് പറയുന്നത്? സോ നോക്കിക്കുക, അഡ്വാൻറ്റേജ് ഓഫ് ഗ്രൗണ്ട് വാട്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. ഇറ്റ് ഈസ് ലൈക്ലി ടു ബി ഫ്രീ ഫ്രം പാത്തോജനിക് ഏജൻസ്. അതായത് അതിനകത്ത് പാത്തോജൻസ്, അതായത് വൈറസോ ബാക്ടീരിയോ ആൽഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എവിടില്ല, ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് യൂഷ്വലി റിക്വയർസ് നോ ട്രീറ്റ്മെൻറ്റ്. കാരണം അതിനൊരു ട്രീറ്റ്മെൻറ്റേ ആവശ്യമില്ല, നന്നായിട്ട് ഫിൽട്ടർ ചെയ്താണ് അത് ഗ്രൗണ്ടിലോട്ട് പോകുന്നത് അല്ലേ. അപ്പം ദർ ഇസ് നോ റിക്വയർമെൻറ്റ് ഫോർ എനി ട്രീറ്റ്മെൻറ്റ്. The supply is likely to be certain even during dry season. അപ്പോൾ സർഫസ് വാട്ടറിൻ്റെ കണക്ക് ഇവാപ്പറേറ്റ് ആയി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഗ്രൗണ്ട് വാട്ടറിന് ഈവൻ ഡ്രൈ സീസണിൽ നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യാനുള്ള ഇതുണ്ട്. It is less subject to the contamination than surface water. അപ്പം കണ്ടാമിനേഷൻ ഉള്ള ചാൻസ് ഒന്നും എന്തിനില്ല, ഗ്രൗണ്ട് വാട്ടറിന് ഇല്ല. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദ ഡിസഡ്വാൻറ്റേജസ് ആർ ഇറ്റ് ഈസ് ഹൈലി മിനറൽ കണ്ടൻറ്റ്. അപ്പം ഇതിനകത്ത് മിനറൽ കണ്ടൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ കാൽസ്യം, മഗ്നീഷ്യം, ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് വളരെ കൂടുതലായതുകൊണ്ട് ഇത് ഹാർഡ് വാട്ടർ ആയിരിക്കും. നമ്മൾ റെയിൻ വാട്ടർ എപ്പോഴും സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ആണ് എപ്പോഴും ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് പമ്പിങ് ഓർ സം അറേഞ്ച്മെൻറ്റ് ടു ലിഫ്റ്റ് ദ വാട്ടർ. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പമ്പിങ് ഇന്നിങ്ങനെ ചിലയിടത്തൊക്കെ അല്ലേ പമ്പിങ് ഉണ്ട്. സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സപ്ലൈ വേണം നമുക്ക് ഈ വാട്ടർ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മേളിലോട്ട് കൊണ്ടുവരാനായിട്ട്. The usual groundwater sources are wells and springs. Wells have been classified into shallow, deep wells, dug and tube wells. അപ്പം വെൽസ് തന്നെ, കിണറുകൾ തന്നെ പലവിധം ഉണ്ട്. അത് ഷാലോ ഉണ്ട്, ഡീപ്പ് വെൽസ് ഉണ്ട്, ട്യൂബ് വെൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽസും അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റത്തിനകത്ത് ഉള്ളതാണ് വെൽസ്. സോ വെൽസ് 3 types വെൽസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഷാലോ വെൽസ്, ഡീപ്പ് വെൽസ് ആൻഡ് ദെൻ ട്യൂബ് വെൽസ്. സോ ഫസ്റ്റ് വൺ ഷാലോ വെൽസ്. ഷാലോ വെൽസ് എന്ന് വെച്ചാൽ വെൽ വിത്ത് 25 feet ഓർ ലെസ് ഇൻ ഡെപ്ത് ആണ് ഷാലോ വെൽ. പൊതുവേ നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന 25 feet അല്ലെങ്കിൽ ഓർ ലെസ് ഇൻ ഡെപ്തിനുള്ളതാണ് ഷാലോ വെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാലോ വെൽസ് ടാപ്പ് subsoil water, that is the water above the first impervious layer in the ground. They yield limited quantities of water. കാരണം അത് വറ്റാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഷാലോ വെല്ലിനകത്തുള്ളത്. And the water is notoriously liable to pollution unless care is taken well in construction. അപ്പം അതിന് പൊല്യൂഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഷാലോ വെല്ലിനകത്തുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഡീപ്പ് വെൽ. ഡീപ്പ് വെൽ എന്ന് വെച്ചാൽ 25 feet അതിൽ കൂടുതലോ ഉള്ളതിനാണ് ഡീപ്പ് വെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡീപ്പ് വെൽസ് ആർ യൂഷ്വലി മെഷീൻ ഡഗ്. വെച്ചാൽ ഏതെങ്കിലും മെഷീൻ ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് ഡീപ്പ് വെല്ല് കുഴിക്കാൻ പറ്റുക. സോ ഡീപ്പ് വെൽ ഫർണിഷ് വിത്ത് ദ സേഫസ്റ്റ് വാട്ടർ ആൻഡ് ആർ ഓഫൺ സപ്ലൈ സാറ്റിസ്ഫാക്ടറി സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ. അപ്പം എപ്പോഴും നമുക്ക് വെള്ളം കിട്ടുന്നൊരു സോഴ്സാണ് ഏത് ഡീപ്പ് വെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് സേഫസ്റ്റ് ഡ്രിങ്കിങ് വാട്ടറും ആയിരിക്കും ഡീപ്പ് വെല്ലിൽ നിന്ന് കിട്ടുന്നത്. അടുത്തെന്ന് വന്ന ട്യൂബ് വെൽസ് ആണ്. ട്യൂബ് വെൽസ് ആർ സക്സസ്ഫുൾ ആ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഷാലോ ട്യൂബ് വെൽ ഓർ ഡ്രിവൺ വെൽസ് എന്നും ഇതിനെ പറയാറുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ദ
ഒരു ട്യൂബ് മാതിരിയാണ്. സോ ദ ട്യൂബ് വെൽ കൺസിസ്റ്റ് ഓഫ് എ പൈപ്പ്, യൂഷ്വലി ഗാൽവനൈസ്ഡ് അയണിനെ ഗാൽവനൈസ് ചെയ്തിട്ടുള്ള ഒരു ട്യൂബായിരിക്കും. സങ്ക് ഇൻ ടു ദ വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റം, ആ വാട്ടറുള്ള മണ്ണിൽ ആ സ്ട്രാറ്റത്തിലോട്ട് നമ്മൾ അതിനെ ഇറക്കുകയാണ് ചെയ്യുന്നത്. സോ ആൻഡ് ഫിറ്റഡ് വിത്ത് എ സ്ട്രെയിനർ അറ്റ് ദ ബോട്ടം ആൻഡ് എ ഹാൻഡ് പമ്പ് അറ്റ് ദ ടോപ്പ്. എ വാട്ടർ ടൈറ്റ് കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം വിത്ത് എ ഡ്രെയിൻ ആൾ അറൗണ്ട് ഷുഡ് ബി പ്രൊവൈഡഡ്. ആ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു പമ്പിന് ചുറ്റും ഒരു കോൺക്രീറ്റ് ഭാഗം ഉണ്ടാകും. The area within 15 meter of the tube well should be kept free from pollution with liquid and soil waste. അപ്പം സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് എന്നൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വേണം ആ ഒരു പാർട്ട്, അതായത് ഡീപ്പ് ട്യൂബ് വെല്ലോ ഷാലോ ട്യൂബ് വെല്ലോ ഉള്ള ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നല്ല പൊല്യൂഷനൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് 3 ടൈപ്സ് ഓഫ് വെൽസിനെ കുറിച്ച് പറയാനുള്ളത്: ഷാലോ വെൽ, ഡീപ്പ് വെൽ ആൻഡ് ട്യൂബ് വെൽസ്. സോ നെക്സ്റ്റ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ആണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നീരുറവയെന്നൊക്കെ പറയത്തില്ലേ, അതാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പം വെൻ ഗ്രൗണ്ട് വാട്ടർ കംസ് ടു സർഫസ് ആൻഡ് ഫ്ലോസ് ഫ്രീലി അണ്ടർ നാച്ചുറൽ പ്രഷർ, ഇറ്റ് ഈസ് കാൾഡ് സ്പ്രിംഗ്. Springs may of 2 types, shallow springs ഉണ്ട്, deep springs ഉണ്ട്. Shallow springs dry quickly during summer months, whereas deep springs do not show any seasonal fluctuations. സോ ഇത്രയാണ് സ്പ്രിങ്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ പറയാനുള്ളത്. പിന്നെ സ്പ്രിങ്സ് ആർ എക്സ്പോസ് ടു കണ്ടാമിനേഷൻ, അതുകൊണ്ട് വെൽ ബിൽഡ് പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ നീഡഡ് ടു സേഫ് ഗാർഡ് ദ വാട്ടർ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സോഴ്സസ് ഓഫ് water. So next topic is water pollution. Pure uncontaminated water does not occur in nature. It contains impurities of various kinds. It can be natural and man-made. So natural impurities are not essentially dangerous. They comprise of എന്തൊക്കെയാണ് നാച്ചുറൽ ഇംപ്യൂരിറ്റീസ് നോക്കാം. They are dissolved gases, ഡിസോൾവ്ഡ് മിനറൽ ആൻഡ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ എന്തൊക്കെയാണ് നാച്ചുറൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്? ഡിസോൾവ്ഡ് ഗ്യാസ് വിച്ച് ഈസ് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് എക്സെട്ര. സോ ഇതെല്ലാം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആസിഡ് റെയിൻ്റെ കാര്യമൊക്കെ പറയാം. And dissolved minerals, example salts of calcium, magnesium, sodium etc., which are natural constituents of water following its contact with soil. And suspended impurities are clay, silt, sand, mud, അങ്ങനെ പിന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ്. സോ ദീസ് ഇമ്പ്യൂരിറ്റീസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ, കാച്ച്മെൻറ്റ് ഏരിയ ആൻഡ് ദ സോയിൽ. സോ ഈ ഒരു രീതിയിലാണ് നാച്ചുറലായിട്ട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് ഇമ്പ്യൂരിറ്റിയാണ്. ഇറ്റ്സ് ദ മോസ്റ്റ് സീരിയസ് ആസ്പെക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയാം. നമ്മളുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ കാരണം ഉണ്ടാകുന്നതാണ് ഈ വാട്ടർ പൊല്യൂഷൻ. ദ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ റിസൾട്ടിങ് ഫ്രം ദീസ് ആർ sewage, which contains decomposable organic matter and pathogenic agents. Second one is industrial and trade waste, which contain toxic agents ranging from metal salts to complex synthetic organic chemicals. Third one is agricultural pollutants, which comprise fertilizers and pesticides, and physical pollutants with heat, thermal pollution and radioactive substance. അപ്പോൾ ഇത്രയാണ് മാൻ മെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം ഉണ്ടാവുന്ന വാട്ടർ പൊല്യൂഷൻ. സോ വാട്ടർ റിലേറ്റഡ് ഡിസീസസ്, ഈ വാട്ടർ പൊല്യൂഷൻ കാരണം എന്തൊക്കെ ഡിസീസസ് ആണ് ഉണ്ടാവുന്നതെന്നുള്ള. സോ ഫസ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ മീൻസ് of course it's waterborne diseases. First one, those caused by the presence of an infective agent. It can be viral, bacterial, protozoal, helminthic, leptospiral. Okay, അപ്പോൾ ഇതെല്ലാം എന്താ waterborne disease ആണ്. Those due to the presence of aquatic host, അതായത് സ്നെയിൽ, സൈക്ലോപ്സ്, ഇതിനെക്കുറിച്ച് ഫിഷ് ടേംവേം, അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ത് ബയോളജിക്കലായിട്ട് നമുക്കുണ്ടാവുന്ന ഡിസീസസ് എന്ന് പറയുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ കെമിക്കലാണ്. കെമിക്കൽ പൊല്യൂട്ടൻസ് ഓഫ് ഡൈവേഴ്സ് നേച്ചർ ഡിറൈവ്ഡ് ഫ്രം ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ വേസ്റ്റ് ആർ ഇൻക്രീസിങ്.
finding their way into public water supplies. These pollutants include detergents, solutants, cyanides, heavy metals, minerals, അങ്ങനെ different types of chemicals ഉണ്ട്. So these chemicals may affect man's health not only directly but also indirectly അല്ലേ. അപ്പോൾ ഈ കെമിക്കൽ പൊല്യൂട്ടൻസ് എല്ലാം ഫൈനലി വെള്ളത്തിലെത്തുകയും ആ പുഴയിലെത്തുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള അക്വാട്ടിക് ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. ആ അക്വാട്ടിക് ലൈഫിനായിരിക്കും നമ്മൾ മീനൊക്കെ പിടിച്ച് നമ്മൾ കാര്യമായിട്ട് കഴിക്കും. ആ മീനകത്തൊക്കെ എന്തുണ്ടാവും? കെമിക്കൽസ് ഉണ്ടാവും. ആ കെമിക്കൽസ് പിന്നെ നമ്മളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലേ. സോ ഇൻഡയറക്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് മേ ബി ഈവൻ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ കോസിങ് എന്തെങ്കിലും പ്രോബ്ലംസും ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ വാട്ടർ പൊല്യൂഷൻ ലോ നമ്മളെ ഇന്ത്യക്കുണ്ട്. ഇൻ ഇന്ത്യ വാട്ടർ പൊല്യൂഷൻ ഈസ് ബിക്കമിങ് എ സീരിയസ് പ്രോബ്ലം. ടു പ്രൊട്ടക്ട് വാട്ടർ ഫ്രം ബീയിങ് കണ്ടാമിനേറ്റഡ്, ദ ഇന്ത്യൻ പാർലമെൻറ്റ് ഇൻ 1974 പാസ് ദ വാട്ടർ ആക്ട്, അതായത് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. ദ ആക്ട് സീക്സ് ടു പ്രൊവൈഡ് ലീഗൽ ഡിറ്ററൻറ്റ് എഗെയിൻസ്റ്റ് സ്പ്രെഡ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പം വാട്ടർ ആക്ട് അല്ലെങ്കിൽ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്നത് 1974 വാട്ടർ പൊല്യൂഷൻ ലാ എന്ന് പറയുന്നത് 1974 ആണ്. ഓക്കെ, അത് ഓർത്തോളുക.